അങ്ങനെ അവസാനം എമ്പുരാൻ സിനിമയ്ക്ക് വെട്ടിവന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ എമ്പുരാൻ കാണാൻ പോവുകയാണ്, ഏതെല്ലാം സീനുകളാണ് വെട്ടിപ്പോയതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2 മണിക്കൂറും 59 മിനിറ്റും ആയിരുന്നു ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷനിൽ നിന്നും അരമണിക്കൂർ, ഏതാണ്ട് 26 മിനിറ്റ് വെട്ടിമാറ്റണമെന്നായിരുന്നു ആദ്യം വന്ന നിർദ്ദേശം. എന്നാൽ അങ്ങനെ വെട്ടിമാറ്റിയാൽ സിനിമയിൽ പിന്നീട് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെ ആ ഒരു വെട്ടിമാറ്റൽ സീൻ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സിനിമയിൽ നിന്നും 2 മിനിറ്റും 8 സെക്കൻഡ് മാത്രമേ വെട്ടിമാറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അതായത് ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ 26 മിനിറ്റ്, അതായത് ആ ഒരു ഗുജറാത്ത് കലാപം മുഴുവൻ കളയണമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല. ഏതായാലും അതിലെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഉപദ്രവിക്കുന്ന സീൻ മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് മാറ്റുന്നു എന്ന് പറഞ്ഞത് സിനിമയിലെ വില്ലനായ ബജറംഗിയുടെ പേര് മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് ബജറംഗി എന്ന് പറഞ്ഞ പേര് മാറ്റി ബൽരാജ് എന്ന് ആക്കും, അല്ലെങ്കിൽ വില്ലന്റെ പേര് പറയുന്ന സ്ഥലം മ്യൂട്ട് ചെയ്യും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ബേസിക്കലി ആ പേര് മാറ്റി ബൽരാജ് എന്നാക്കും എന്നാണ് ഇപ്പൊ കേൾക്കുന്ന റിപ്പോർട്ട്. ഇത്രയും സ്ഥലം നോക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ലെന്നാണ് തോന്നുന്നത്. ആ ഒരു സീനിന്റെ ആഘാതം കുറയ്ക്കുക മാത്രമാണ് ഈ വെട്ടലോട് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഈ വെട്ടുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ മറക്കാതെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം. പിന്നീട് ഒരു മാറ്റം വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗസ്ഥരുടെ വണ്ടിയുടെ ഫ്രണ്ട് NIA ഒരു ബോർഡുണ്ട്, അത് മാറ്റുന്നെന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് മേജറായിട്ട്. ഇതല്ലാതെ പൊതുവായിട്ട് രാഷ്ട്രീയത്തെ പറ്റി അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു മ്യൂട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ തന്നെ ഈ പടം എല്ലാ എണ്ണം കണ്ടു, മിക്കവാറും എല്ലാ എണ്ണം കണ്ടു. മാത്രമല്ല പടം ഇപ്പോൾ 200 കോടി വരെ ക്രോസ് ചെയ്തു. അത് വളരെ വലിയൊരു കാര്യം. മിക്കവാറും എല്ലാവരും കണ്ടു. പ്രത്യേകിച്ച് കട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഓടിക്കേറി ബുക്ക് ചെയ്തവരാണ് നമ്മളെല്ലാവരും. ഇനിയിപ്പോൾ നിങ്ങൾ ട്രിം ചെയ്തിട്ട് എന്ത് കാര്യം? അടുത്തത് സിനിമയുടെ വില്ലന്റെ പേര് ബജറംഗി എന്നാണ് ഇപ്പൊ ന്യൂസ് വെച്ച് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നിങ്ങൾ ബൽരാജ് എന്നാക്കിയിട്ട് എന്ത് കാര്യം? സോ ഇനിയിപ്പോൾ അത് മ്യൂട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ബൈ.